എടി എന്താ കഴിച്ചേന്ന് ചോദിച്ചാ എന്ത് പറയും? അതിന് ഉച്ചയായില്ലല്ലോ, എന്നാലേ വല്ലതും കഴിക്കാൻ പറ്റും. ശരിയാണ്, ഉച്ചയായില്ലല്ലോ. രാവിലെ കഴിച്ചില്ലേ? അതെന്തുവാ? ഇടിയപ്പോ മറ്റേ കറിയും അല്ല, പിന്നെ മറ്റേ കറിയുടെ കാര്യം നമ്മൾ എങ്ങും പറയണ്ട. രാവിലെ നമ്മൾ കുഞ്ഞ് കടലക്കറി കഴിച്ചില്ലേ? ഇടിയപ്പം കടലക്കറിയും കൂടി മാമി വാങ്ങിച്ചു തന്നില്ലേ, വാരി തന്നില്ലേ? അപ്പോൾ ഇടിയപ്പവും കടലക്കറി. പക്ഷെ മറ്റേ കറിയല്ലേ കഴിച്ചു. മുത്തേ, ഞാൻ പറയണ പോലെ പറഞ്ഞാൽ മതി. ഇടിയപ്പവും മറ്റേ കറി അല്ല, കടലക്കറി. രാവിലെ എന്താ കഴിച്ചത്? എന്റെ ചക്കര, അവളെ കണ്ടു പഠിക്കണം. പിന്നെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇപ്പം ഇങ്ങനെ ഇതിൽ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വരും. വന്നിട്ട് ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ രാവിലെ എവിടെയെങ്കിലും പോയോ, ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കും. നമ്മളെങ്ങും പോയിട്ടില്ല. പിന്നെ പറമ്പിൽ പോയതോ? പറമ്പിൽ പോയിന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പല്ല, അത് പറയേണ്ട കാര്യമൊന്നുമില്ല. പോയല്ലോ മുത്തേ. അമ്മ എന്തുവാ കാര്യം ഒന്നും ഒരു കാര്യമില്ല. മര്യാദയ്ക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പൊ മാമന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കും. മുളമണ്ണിയെല്ലാം ഭയങ്കര സാധനമായിട്ട് ഈ സാധനത്തിന് കൊടുത്തു. ചേച്ചിയല്ലേ പറഞ്ഞു നിങ്ങൾക്ക് കൊടുക്കാന്ന്? ഒന്നുമില്ല. അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടുകയും ചെയ്യരുത് കേട്ടാ. ചക്കര മാമി പറയണേ, അവള് പാവം. അതായത് രാവിലെ അമ്മ കഴിക്കാൻ വേണ്ടി തന്നില്ലേ മറ്റേ, അതിനെ പിടിച്ച ആളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലായിടത്തും അന്വേഷിക്കുകയാണ് ആരൊക്കെയാണ് അതിനെ തിന്നേന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ പേടിക്കാനുണ്ടല്ല, നമ്മൾ പറയാതിരുന്ന ആരും അറിയൂല. അമ്മ പാത്രമൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ആരും ഒന്ന് ചോദിച്ചാലും പറയണം നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞോണ്ടല്ലേ നീയൊക്കെ അറിഞ്ഞത്, അല്ലെങ്കിൽ അറിയോ? പിന്നെന്തോ ഒരു അനുസരണയില്ലടാ. കളിക്കാൻ പോയ ആ വഴി വഴക്കും. വേറെ കറിയുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലേ. എടാ, ഈ പിള്ളേര് സമാധാനം തരണ്ടേ? വഴക്ക്. അതുകൊണ്ട് പുറകെ നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താ പ്രശ്നം? എന്താ അല്ല, എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നമുണ്ടോ അമ്മ? എന്ത്? ഇവര് മുള്ളമ്മനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയും നേരം അതായിരുന്നു. അത് ഞങ്ങള് തമാശ. എന്തോന്നറിയാട്ടാ, മറ്റേ മുള്ളമ്പന്നി പിടിച്ചിട്ട് ഒരാളെ പിടിച്ചെന്ന് പറഞ്ഞില്ലേ? എന്താണ് പറയുന്നത്? മുരളി പറങ്കി ഏതാണ്ട് അയാളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു. ഞങ്ങള് വെറുതെ ഇവരോട് തന്നെ കഥ പറഞ്ഞത്. വാ, ഇത് ഇച്ചിരി ഉള്ളി എനിക്ക് പണിയുണ്ട്. നിനക്ക് ചോറ് വേണ്ടേ? ഒരു കാര്യം പറയട്ടെ. എന്താ? ആ മുള്ളൻപന്നിയുടെ കാര്യം പറഞ്ഞില്ലേ, രാകേഷ്? ഭയങ്കര കോമഡി ആയി പോയത്. അവൻ മുള്ളൻപന്നി പിടിച്ചിട്ടൊന്നുമില്ല. യവന്റെ പരിപാടി വെച്ചാൽ യവൻ ഈ കള്ളും കഞ്ചാവായിട്ട് കിടക്കുന്നിടത്തിനായിരുന്നു. അപ്പോൾ ഇവൻ വന്ന് വെള്ളം അടിച്ചിട്ട് ആളുകളടുത്തൊക്കെ പറയും, ഞാൻ മാനിനെത്തുന്നു, പുലിയെത്തുന്നു, കടുവെത്തുന്നൊക്കെ പറയും, കൂട്ടുകാരത്തൊക്കെ പറയും. അപ്പൊ അവര് പറഞ്ഞു പൊക്കച്ചൂരിനാവും പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു, ഒരു ദിവസം ഇനി എന്തെങ്കിലും പിടിക്കാൻ നമുക്ക് കൂടെ കൊണ്ടുവരണോ അത് ചോദിച്ചു. ഇവൻ കാട്ടിലൊന്നും പോയിട്ടില്ലെന്നേ. പിന്നെ എവിടെന്നാ മുയലിനെ മേടിച്ചിട്ടുണ്ടെന്നിട്ട് ആള് കൊടുത്തതാ. മുയലിനെയാണ് എന്നിട്ട് എല്ലാവർക്കും കിട്ടിയത്, അവര് കൊടുത്തെന്ന് പറഞ്ഞത്. അല്ല, അപ്പൊ മനസ്സിലാവത്തില്ല ആളുകൾക്ക് ഈ മുയലിനെ കഴിച്ചാ? മുയലിറച്ചി കഴിച്ചിട്ടുള്ളവർക്കല്ലേ അറിയാം മുയലാണോ മുള്ളമ്പന്നിയാണെന്ന്. ഇത് രണ്ടും കഴിച്ചവർക്കല്ലേ ഇതാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ, ഇല്ലേ? അതെ. ഇപ്പൊ കോഴിക്കറി കഴിക്കാത്തവന് കോഴിക്കറി എന്താണെന്ന് അറിയാൻ പറ്റുമോ? അല്ല, അവരും കഥ കേട്ട് അവരും പേടിച്ചു. ചുമ്മാ. പക്ഷെ വേറെ രസമുണ്ട്, ആളുകൾ പറ്റിച്ചവൻ.